ഹലോ ഞാൻ റഫീഖാണ്. അയ്യാമ്പൽ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി മോഡൽ ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ്. അത് സ്റ്റീലിൻ്റെ മാസ്റ്റർ ലെഗും അതേപോലെ തന്നെ GA പൈപ്പുമാണ്. ബാക്കി സ്ക്വയർ ട്യൂബ് വെച്ചുള്ള പരിപാടിയാണ്. നല്ലൊരു മോഡലാണ്. ആവറേജ് എല്ലാവർക്കും നല്ല എങ്കിൽ സിമ്പിളാണെന്ന് ചോദിച്ചാൽ സിമ്പിളല്ല, ഇച്ചിരി പണിയുണ്ട്. എന്നാലും നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ്. ഈ മോഡലാണ് നമ്മൾ ഇന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഒരു 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് കിടക്കാം. എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ നമ്മൾ മാസ്റ്റർ ലെഗിന് വേണ്ടി ഒരു 4 ഇഞ്ചിൻ്റെ സ്ക്വയർ പ്ലേറ്റിൽ 4 8 mm ആങ്കർ ബോൾട്ട് വെച്ച് ആദ്യം സെറ്റ് ചെയ്യുക. അതിലാണ് നമ്മൾ മാസ്റ്റർ ലെഗ് ഉറപ്പിക്കുന്നത്. സാധാരണ മാസ്റ്റർ ലെഗൊക്കെ കൊടുക്കുമ്പോൾ ഗ്രാനൈറ്റ് തുളച്ച് ഉള്ളിലോട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇത് നമുക്ക് നല്ല കോൺക്രീറ്റ് ആയത് കാരണം 4 8 mm ആങ്കർ ബോൾട്ട് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ. നല്ല ബലമാണ്, അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റീൽ തന്നെ മാസ്റ്റർ ലെഗ് വേണമെന്ന് പറഞ്ഞ കാരണം കസ്റ്റമർക്ക് ആ ഒരു നിർബന്ധപ്രകാരമാണ് നമ്മൾ ഇതിന് സ്റ്റീലിൻ്റെ മാസ്റ്റർ ലെഗ് വുഡ് ഡിസൈൻ തന്നെ വെച്ചത്. പിന്നെ ഈ 4 ഇഞ്ചിൻ്റെ പ്ലേറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല പോലെ അത് ഉറപ്പാണെന്നൊക്കെ നോക്കിക്കോണം. അതിനനുസരിച്ച് പിന്നെ നമുക്കൊരു മാസ്റ്റർ ലെഗിൻ്റെ ഹൈറ്റും അതിനനുസരിച്ചാണ് കിട്ടിയത്. അപ്പോൾ തുളച്ചിറക്കുന്നില്ല. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇട ലെഗ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതിൽ നമ്മൾ കോർബിറ്റിട്ടാണ് ആദ്യം ടൈല് തുളയ്ക്കുന്നത്. ടൈല് മാത്രം തുളച്ചിട്ട് ബാക്കി താഴോട്ടുള്ള കോൺക്രീറ്റ് നമ്മൾ 14 ബിറ്റിട്ട് 8 mm ആങ്കർ ബോൾട്ടിന് വേണ്ടിയാണ് നമ്മൾ തുളയ്ക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ഹോൾപ്പട്ട 4 ഇഞ്ചിൻ്റെ ഹോൾപ്പട്ട മേടിച്ച് 2ആയി കട്ട് ചെയ്തിട്ട് ഒരു പീസ് നമ്മൾ വെച്ചാണ് ഇതിൽ ഉറപ്പിച്ച് ഇതെല്ലാം നല്ലപോലെ ടൈറ്റായിരിക്കണം. ഒരിക്കലും അത് ടൈറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പിന്നെ കോർബിറ്റിട്ടൊക്കെ തുളയ്ക്കുമ്പോഴും ടൈറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സൈഡും എല്ലാം കാര്യങ്ങളൊക്കെ നോക്കണം. ചിലയിടത്ത് സിമെൻറ്റൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ ടൈലൊക്കെ ഇട്ടിരിക്കുന്നിടത്ത് പ്രത്യേകം നമ്മൾ ഈ കാർട്ടൺ പേപ്പർ വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തോണം. കാര്യമെന്ന് വെച്ചാൽ ഫ്ലെക്സൊക്കെ വീണ് കഴിഞ്ഞാൽ ചില ടൈലിൽ നിന്നൊക്കെ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് കാരണം ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കാർട്ടനൊക്കെ ഇട്ട് നല്ല പോലെ ഫുൾ കവർ ചെയ്തോണം. നമ്മളിതിപ്പോൾ ഈ ലെഗ് വെക്കുമ്പോൾ തന്നെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ റെയിലൊക്കെ ഓടിച്ച്, കാര്യം മെയിൻ റെയിലൊക്കെ ഓടിക്കുന്ന കാണിക്കാത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ മെയിൻ റെയിലൊക്കെ ഓടിക്കുന്ന പ്രത്യേകം കാണിക്കുന്നുണ്ട്. ഇതിപ്പം എല്ലാത്തിലും നമ്മളിത് കാണിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് നിങ്ങൾക്ക് തന്നെ ബോറടിയൊക്കെയും. ഇപ്പം നമ്മുടെ മറ്റുള്ള വീഡിയോസിലൊക്കെ ഉണ്ട് ഇതേപോലെ ലെഗൊക്കെ കൊടുത്ത് ഇതേപോലെ ആ സ്റ്റെപ്പിൻ്റെ ചരിവനുസരിച്ചൊക്കെ തന്നെ നമ്മൾ താഴത്ത് ഒരു 4 ഇഞ്ച് ഹൈറ്റ്, ഒരു 3 ഇഞ്ച് ഹൈറ്റിലൊക്കെയാണ് നമ്മൾ ഇതും വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പീസൊക്കെ വെക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ അതിൻ്റെ ടേപ്പറെല്ലാം നോക്കി കറക്റ്റ് ചെയ്ത് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് വെക്കുന്നത്. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ഇതേപോലെ പാർട്ടേഷൻ പോലെ നമ്മൾ അത് തിരിച്ച് കറക്റ്റ് അളവിന് അതിൻ്റെ കോർണറും കാര്യങ്ങളെല്ലാം കോച്ചും എല്ലാം ക്ലിയർ ചെയ്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇതിൻ്റെ മെയിൻ റെയിലായിട്ട് ടോപ്പിൽ ഓടുന്നതും താഴത്തോടുന്നതും 1.5 സ്ക്വയറാണ്. അതിൻ്റെ ഇട ലെഗ് വരുന്നത് 1.5 സ്ക്വയർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം ചെയ്യും മുമ്പ് തന്നെ ഫുൾ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് തന്നെ നമ്മളെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കുള്ള പരിപാടി നമ്മൾ തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഗ്രൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇടയ്ക്കൊന്നും ഗ്രൈൻഡിങ് വീലൊന്നും കയറത്തില്ല. അത് കാരണം ആദ്യം തന്നെ നമ്മൾ ഫുൾ ഗ്രൈൻഡ് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് മാറ്റി പ്രൈമർ ടച്ച് ചെയ്ത് തന്നെ മാറ്റി വന്നിട്ട് അടുത്ത ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടിയെല്ലാം ഏതാണ്ട് റെയിലെല്ലാം ഓടിക്കഴിഞ്ഞ് ഇതിന് ഉള്ളിലേക്കുള്ള പരിപാടിയാണ് നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്നത്. ഇനി ഉള്ളിലോട്ടുള്ള ഡിസൈൻ കൊടുക്കാനായിട്ട് ഇതേപോലെ ഒരു 5/8 പൈപ്പ് നമ്മൾ ഒരു ക്രോസ് ബാറായിട്ട് ഓടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെക്കുന്ന ഇതിൻ്റെ ഉള്ളിലിട്ട് തന്നെയാണ് നമ്മൾ ഇത് പണിയുന്നത്. അത് കാരണം അതിനൊരു അളവും ടേപ്പറും എടുത്തിട്ട് നമ്മളതിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇത് ടേപ്പർ കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഏതാണ്ട് ഒരു 3.5 സെൻറ്റിമീറ്ററും ഒരു സൈഡിൽ 2 സെൻറ്റിമീറ്റർ ടേപ്പറാണ് വരുന്നത്. ആ രീതിയിൽ അതായത് നമ്മുടെ ആ ഒരു ഡിസൈൻ തന്നെ കോർണർ കോച്ചുള്ള ടൈപ്പാണല്ലോ.
പിന്നെ ഒരളവ് തന്നെ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. കാര്യം എല്ലാം തുല്യ അളവാണെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ ഈ ഡിസൈനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 1.25 പൈപ്പാണ്. നമ്മൾ ആ 1.25 5/8 പൈപ്പാണ് നമ്മൾ വെർട്ടിക്കൽ പീസായിട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ പൈപ്പ് അതിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇപ്പോൾ ഇനി ഇതേ നേരെ കൊണ്ടുവന്നിട്ട് നമ്മളിത് ഈ ഒരു സൈഡിൽ അതിൻ്റെ ടേപ്പർ നോക്കി ക്ലിയർ ചെയ്ത് അതിൽ വെച്ച് ടാക്ക് അടിച്ച് അതിനകത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നത് ആദ്യം. പിന്നെ പ്രത്യേക ഒരു കാര്യമാണ്, നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ താഴത്ത് ഇത് കാർട്ടൺ പേപ്പറൊക്കെ വിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ടൈലിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാടാണ് അതങ്ങനെ പോകാൻ. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇതേപോലെ നമ്മൾ ഫ്രെയിം അതിൽ വെച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ വെച്ച് തന്നെ വെൽഡിങ് എല്ലാം മാക്സിമം ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇതേപോലെയാണ് നമ്മൾ ഡിസൈനിന് ചെയ്യുന്ന. അതിനകത്ത് വെച്ച് തന്നെ നമ്മൾ കോർണറിൽ 5/8 പൈപ്പ് അടിച്ചിട്ടാണ് പൊട്ടിച്ചെടുത്ത് വെൽഡിങ് എല്ലാം പക്കായിട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ ഫ്രെയിമും ഇതേപോലെ അടിച്ച് 5/8 പൈപ്പെല്ലാം കോർണർ കറക്റ്റ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന വെറും 2 ഇഞ്ച് ഗ്യാപ്പാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. വെർട്ടിക്കലാണ് നമ്മൾ 5/8 കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചെല്ലാം ഫുള്ള് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ അത്രയും നല്ലതായിരിക്കും. കാര്യം മാക്സിമം നമ്മൾ ഇതെല്ലാം വെളിയിലിട്ടെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അതിലോട്ട് കൊണ്ട് സെറ്റ് ചെയ്യുന്നത്, സ്റ്റഡ് കൊടുത്ത് റെഡിയായി സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ കൂടുതൽ വെൽഡിംഗ് ഒന്നും അതിൽ വെളിയിൽ വെച്ച് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് വെൽഡ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വെൽഡിംഗ് എല്ലാം കഴിഞ്ഞ് ഇതേപോലെ കൊണ്ട് കോർണർ അതിൻ്റെ അളവ് അതിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത് വെച്ച് ഇതേപോലെ നമ്മൾ കോർണർ സ്പോട്ട് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റഡ് വെക്കാൻ പറ്റും. ഇതാണ് സ്റ്റഡ്. 1.25 തന്നെയാണ് നമ്മൾ സ്റ്റഡും കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് ഫേസ് ലെവൽ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് ലെവലാണ് നമ്മളിപ്പോൾ വെർട്ടിക്കൽ പൈപ്പ് നമ്മൾ 5/8 കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്ക്വയറായിട്ട് പോകുന്ന സ്ട്രൈറ്റ് പോകുന്ന ഇതിൽ നമ്മൾ ബാക്ക് സൈഡാണ് ഫേസ് ലെവൽ വെക്കുന്നത്. അപ്പം നമുക്കിതിൽ പെയിൻറ്റ് ചെയ്യുമ്പം നല്ല 3D എഫക്റ്റ് കിട്ടും ഇതിന്. അങ്ങനെ 4 സൈഡും ഇത് സ്ട്രൈറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റഡ് വെക്കുന്നത്. ഇപ്പോൾ ഒരു ആവറേജ് ഒരു 2 ഇഞ്ച് ഗ്യാപ്പാണ് ഇതിൻ്റെ സൈഡ് ബോർഡറും വന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് സ്റ്റഡ് വെച്ച് ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വെച്ച് വെൽഡിങ്ങിന് ശേഷം നമ്മൾ ആ കോർണർ കൊടുത്തിരിക്കുന്ന പൈപ്പെല്ലാം പൊട്ടിച്ച് മാറ്റിയാൽ മതി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ സ്റ്റെമ്പ് കൊടുക്കുന്ന കാര്യം. സ്ട്രൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇന്നറാണ് ഫേസ് ലെവൽ വെക്കുന്നത്. അപ്പം നമ്മളിതിന് ആ ഡിസൈന് പ്രത്യേകം കളർ കൊടുക്കാൻ നേരത്ത് നല്ല 3D എഫക്റ്റ് കിട്ടും. അതാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഇത് ലെവൽ ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്. തിരിച്ചു വെച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതൊരു പെയിൻറ്റിങ്ങിനും ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെക്കുന്നത്. ഇത് കണ്ട ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയാണ്, ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, നല്ലൊരു ഡിസൈനാണിത്. ഇതിന് പ്രത്യേകം തടി മോഡലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു ലെവലാവും. ഇപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പെയിൻറ്റിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല. പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട്. ഇത് നമ്മൾ GL ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊരു സിമ്പിൾ ചിലവിലൊക്കെ. ഇതൊക്കെ സ്റ്റീലിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇരട്ടി പൈസ ആവും. ഇപ്പം തന്നെ പൈപ്പ് വിലയൊക്കെ നല്ല ഇതായി, ഏതാണ്ട് കിലോയുടെ പുറത്ത് 8 രൂപ 10 രൂപ വരെ കൂടിയ സ്ഥലങ്ങളുണ്ട്. സ്റ്റീല് അതിലും വിലയാണ്. ഇപ്പം പിന്നെ എല്ലാ വീടുകളിലും ഇപ്പം സ്റ്റീലിന് പകരം GA ആണ് മെയിൻ. GA ആകുമ്പോൾ നമുക്ക് പല ഡിസൈനും പല ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റീലും ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, പക്ഷേ സ്റ്റീൽ ചെയ്ത് വരുമ്പോൾ ഈ റേറ്റിലൊന്നും നിൽക്കത്തില്ല. കണ്ട ഇപ്പം തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ, നല്ലൊരു ഡിസൈനാണ്. നിങ്ങളുടെ വീടുകളിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വർക്ക് സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളല്ല, അതിൻ്റെ മാത്രം പണിയൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷെ എന്നാലും കാണാനൊരു നല്ല ഭംഗിയുമാണ്, നല്ലൊരു ഡിസൈനാണിത്. എന്തെങ്കിലും പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങോട്ട് അറിയിക്കുക, കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ പറയുക. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഈ മോഡൽ, അതാണ് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. ഇത് ഞാൻ ചെയ്തത് ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുന്നപ്പള്ളിയിലാണ് ഈ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ അതും ഇടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കാം, പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ വേറെ എന്തെങ്കിലും മോഡലോ ഡിസൈനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം, അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.